കൂട്ടുകാർക്ക് നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെയും പല്ലവിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് പല്ലവി ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. പല്ലവിക്ക് സങ്കടം മറ്റൊന്നുമല്ല, പാറുവിനെ കുറിച്ച് ഓർത്തോട്ടുള്ള ടെൻഷനായിരുന്നു. അപ്പോഴേക്കുമാണ് സേതു അങ്ങോട്ടേക്ക് വരുന്നത്. സേതു വന്നിട്ട് ചോദിച്ചു, എന്താ പല്ലവി പുസ്തകം തുറന്നു വെച്ച് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണമെന്ന് ചോദിക്കാം. ഒന്നുമില്ല, എനിക്കറിയാമല്ലേ, ഞാൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ കാണുന്നേന്ന് പറയാം. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, ഒന്നുമില്ല സേതുവേട്ടാ, എന്തെങ്കിലും വിഷമമുണ്ടോ മനസ്സിൽ ഉണ്ടെങ്കിൽ പറ എന്ന് പറയാണ്. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, ഞാൻ പാറുവിനെ കുറിച്ച് ആലോചിച്ചാന്ന് പറയണ. പിന്നീട് കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. തിരയി കഴിഞ്ഞപ്പം പാറുവിനെ വിശ്വജിത്തിനെ തമ്മിൽ കണ്ടതും അതിനുശേഷമുള്ള സംഭവങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സേതു പറഞ്ഞു, ഒരു പക്ഷേങ്കില് അവർ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണെന്ന് അറിയില്ലോ. എനിക്കറിയില്ല സേതുവേട്ടാ, പക്ഷെ എനിക്ക് അവളെ ഉപദേശിക്കാനും പറ്റില്ല. അവൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു, സേതുവേട്ടനും പല്ലവി ചേച്ചി നല്ല ഫ്രണ്ട്സ് അല്ലേ, നിങ്ങക്ക് തമ്മിൽ പിരിയാൻ കഴിയില്ലോ, അപ്പൊ അതുപോലെ തന്നെ ഞങ്ങളെന്ന്. എനിക്ക് എന്തായാലും ഉത്തരം പറയാൻ പറ്റുമോ? ഞാൻ അവളുടെ ചേച്ചിയാ, പക്ഷെ എനിക്ക് ഉപദേശിക്കാനുള്ള യോഗ്യത പോലും ഉണ്ടോ എന്നൊരു നിമിഷം പോലും ഞാൻ ചിന്തിച്ചു പോയെന്ന് പറയാം. അതെന്താ പല്ലവി അങ്ങനെ പറയണേ? പാറു ഒരു ചീത്ത വഴിക്ക് പോവുകയാണെങ്കിൽ പാറിനെ ഉപദേശിച്ച് നേരെയാക്കേണ്ട പല്ലവി അല്ലേന്ന് ചോദിക്കുക. അതൊക്കെ ശരി തന്നെയാ, പക്ഷെ അവര് തമ്മിൽ ഫ്രണ്ട്സാന്നാ പറയണേ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. പക്ഷെ ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടാ എത്തിച്ചേർന്ന് എനിക്കറിയാൻ പറ്റില്ല. അതാ ഇന്ദ്രന്റെ കളികളാണോ എന്ന് പോലും അറിയില്ല എന്ന് പറയാം. അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ ഇന്ദ്രനെ വെറുതെ വിടത്തില്ല പല്ലവി എന്ന് പറയാം. വേണ്ട സേതുവേട്ടാ, ഒരു വഴക്കിനും പ്രശ്നത്തിനൊന്നും പോകണ്ട. നമ്മളായിട്ട് എന്തിനാ വെറുതെ. ഇനിയിപ്പം അവർ തമ്മിൽ ഒരു അടുപ്പം അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചോദ്യവും പ്രശ്നങ്ങളും ആയിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടിലേക്കായിരിക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണമെന്ന് പറയാണ്. ഈ സമയം പാറു വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിപ്പോ ശോഭയും മുകുന്ദ ഭാഷയാണ്. പതേ പോലെ സംസാരമൊന്നും ഇല്ല പാറുവിനോട്. പാറുവാണ് മൈൻഡ് ചെയ്യാൻ പോലും പോകുന്നില്ല. പാറു നേരെ അകത്തേക്ക് കയറി പോവാണ്. ആ സമയം ശോഭ മാഷിനോട് പറഞ്ഞ്, കണ്ടില്ലേ, അവൾക്ക് നല്ല മാറ്റമുണ്ട് മാഷെ, എത്രയും പെട്ടെന്ന് തന്നെ അവൾക്ക് വേണ്ടിയിട്ട് ഒരാലോചന കൊണ്ടുവരണം. ഇനി ഇവളെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. മോളോടും കൂടെ പല്ലവിയോടും കൂടെ പറഞ്ഞിട്ട് നല്ലൊരു ആലോചന വന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ കല്യാണം നടത്തണമെന്ന് പറയണം. പിന്നീട് പാറു മുറിയിൽ പോയിട്ട് കാണാതെ വന്നപ്പോഴത്തേനും ശോഭ അങ്ങോട്ട് ചെല്ലുവാണ്. ചെന്നിട്ട് നിനക്ക് ചായ ഒന്നും വേണ്ടേ പാറുന്ന് ചോദിക്കാം. ഇപ്പൊ എനിക്ക് വേണ്ടെന്ന് പറയാം. അപ്പോഴേക്കും മാഷും കൂടെ അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, മോളെ നീ ഞങ്ങളോട് ദേഷ്യപ്പെട്ട് കാര്യമില്ല. കാരണം ഞങ്ങൾക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞേ. നിനക്കറിയാലോ, ഈ വീട്ടിലെ അവസ്ഥ നിനക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ. നിന്റെ ചേച്ചിയുടെ ജീവൻ നശിച്ചുകൊണ്ടാ ഞങ്ങൾ എങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറയാം. ഇത് കേട്ടതും പാറു പറഞ്ഞു, എന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ. ഇത് കേട്ടപ്പോൾ മൂന്തം ഭാഷ പറഞ്ഞു, ഇനിയിപ്പം ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു, എത്രയും പെട്ടെന്ന് നിന്റെ വിവാഹം ഉറപ്പിക്കാനായിട്ട് ആരെങ്കിലും നല്ലൊരു ആലോചന വന്നിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് തന്നെ നിന്റെ കല്യാണം നടത്താൻ തീരുമാനിച്ചെന്ന് പറയാം. ഇത് കേട്ടതും പാറു പറഞ്ഞു, ആരോട് ചോദിച്ചിട്ട്? എനിക്കിപ്പോ എന്താണെങ്കിലും കല്യാണം വേണ്ട. അച്ഛനും അമ്മയും എല്ലാരും കൂടെ ഒരു നല്ല ബന്ധമാണെന്നും പറഞ്ഞ് കണ്ടെത്തിയതല്ലേ ആ ഇന്ദ്രനെ. എന്നിട്ട് ഒടുക്കും എന്താന്ന് ചോദിക്കുക. ചേച്ചിയുടെ ജീവിതം താറുന്നില്ലേ, അതുപോലെ ഏതെങ്കിലും ഒരു പണച്ചാക്കിന്റെ തലയിലേക്ക് കൊണ്ടുപോയി എന്നെ കെട്ടിവെക്കാനായിരിക്കും നിങ്ങളുടെ ശ്രമം. അതൊന്നും നടക്കാൻ പോകുന്നില്ല. എനിക്ക് എന്താണല്ലോ ഇപ്പൊ കല്യാണത്തെക്കുറിച്ചോ ചിന്തയില്ല. അതുണ്ടാകുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ഞാൻ നിങ്ങളോട് അപ്പൊ പറഞ്ഞോളാന്ന് പറയാം. ശോഭ പറഞ്ഞു, എനിക്കറിയാതെ നിന്റെ മനസ്സിലിരിപ്പ് എന്താന്ന്. മാഷ് പറഞ്ഞു, ശോഭയെ വേണ്ട, നീ ഒന്നും മിണ്ടായിരിക്കാൻ പറയാണ്. പിന്നെ അല്ലാതെ ഇവളോടൊക്കെ ഇങ്ങനെയല്ലാതെ പിന്നെ എന്തെന്നാ പറയണ്ടേ. എത്രയെന്ന് വെച്ചാ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് വന്നേ. ഒരാലോചന ഞങ്ങളിങ്ങ് കൊണ്ടുവരും. നല്ലതാന്ന് തോന്നുവാണെങ്കിൽ നീ അതിന് സമ്മതിച്ചാൽ മതിയാവുള്ളൂ. അല്ലെങ്കിൽ നിന്റെ പഠിപ്പും ജോലിയും എല്ലാം കൂടെ ഇതോടുകൂടി അവസാനിക്കും എന്നൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പാറുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ അവരങ്ങോട്ട് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പം പാറു വിശ്വത്തിന് മെസ്സേജ് അയക്കുകയാണ്. പിന്നീട് തന്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞാൽ മെസ്സേജ് അയക്കുന്നത്. മെസ്സേജ് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും വിശ്വത്തിന് ആകെപ്പാടെ വിഷമമായി. താൻ കാരണമാണല്ലോ ഇങ്ങനെ അവസ്ഥ ഉണ്ടായെന്ന്. അവസാനം വിശ്വത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പം അവർക്കെല്ലാവർക്കും ഇങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ ഇനിയിപ്പം ഞാൻ കാണാൻ വല്ലെന്ന് വെക്കാം, വിളിക്കാതിരിക്കാം, അത് മതിയോ പാറുവിന്? കേട്ടം പാർവതി പറഞ്ഞു, വേണ്ട, നമ്മൾ തമ്മിൽ അതിന്റെ ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ലേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ. അതിനിപ്പോ എന്താ കുഴപ്പമിരിക്കുന്നത്? അരുതാത്തൊരു ബന്ധമില്ല. അത് മാത്രമല്ല എനിക്ക് വിശ്വത്തിനെ അറിയാം. ഈ പറയുന്ന അവിടുത്തെ ഇന്ദ്രന്റെ സ്വഭാവമോ അല്ലെങ്കിൽ അവിടുത്തെ രാജലക്ഷ്മി അമ്മയുടെ സ്വഭാവം അല്ല വിശ്വത്തിന്. അത് ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് ഭയമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പാറു കോള് കട്ട് ചെയ്യുന്നത്. പിന്നീട് പതിവ് പോലെ രാത്രിയായി കഴിഞ്ഞപ്പോൾ അച്ചു മുറിയിലേക്ക് വരുവാണ്. ആ സമയം ശ്രീഹരി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചു ശ്രീഹരിയോട് ഇന്ന് വിഷമായില്ലെന്ന് ചോദിക്കുകയാണ്. എന്തിന്? എനിക്കറിയാൻ നല്ല വിഷമായെന്ന് പറയാണ്. പിന്നീട് അടുത്ത് ചെന്ന് ഇരിക്കുകയാണ്. ആ സമയം ശ്രീഹരി പറഞ്ഞു, അല്ല, എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിക്കുമായിരുന്നു. നേരത്തെ ആയിരുന്നു ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എവിടെയാലും കിടന്നുറങ്ങുക, രാവിലെ എഴുന്നേക്കുക. പക്ഷെ ഇപ്പം അത് പറ്റില്ലല്ലോ എന്ന് പറയണം. ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറിയില്ലെന്ന് ചോദിക്കുക. അച്ചു പറഞ്ഞു, അതങ്ങനെയാ, ഇനി പതുക്കെ പതുക്കെ ഇപ്പോഴത്തെ ഉത്തരവാദിത്തം ഇങ്ങനെ കൂടി കൂടി വരത്തുള്ളൂ എന്ന് പറയണം. പിന്നീട് ശ്രീഹരിയോട് പറഞ്ഞു,
അതെ, ഇവിടുത്തെ കാര്യമൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. അമ്മയുടെ മനസ്സ് കുറച്ചാൾ കഴിയുമ്പത്തേന് ശരിയാവും. അമ്മ എല്ലാ കാര്യങ്ങൾക്കും അമ്മയ്ക്ക് ബോധ്യപ്പെടും. അങ്ങനെ വന്നു കഴിയുമ്പത്തേനും കണ്ടോ നമ്മളെ നല്ലപോലെ സ്നേഹിക്കുകയും ചെയ്യുമെന്ന് പറയാം. ഏയ് അതൊന്നും ഓർത്ത് എനിക്ക് വിഷമമില്ല എന്ന് പറയാണ്. പിന്നീട് അങ്ങനെ കിടക്കുന്ന സമയത്ത് അച്ഛൻ ശ്രീഹരിനെ നോക്കുകയാണ്. ശ്രീഹരിക്ക് എന്തോ അച്ഛൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ സമയം അച്ഛൻ പറഞ്ഞു, എന്താ നീക്കണം? ശ്രീഹരിയുടെ ഒന്നുമില്ല എന്ന് പറയണേ. എനിക്കറിയാം ശ്രീഹരിയുടെ മനസ്സെന്താന്ന്. എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് 100 വട്ടം അറിയാം. പക്ഷെ ശ്രീഹരിയുടെ മനസ്സിലൊരു ഈഗോ ഉള്ളതുകൊണ്ടല്ലേ ഞാനുമായിട്ട് കൂടുതൽ അടുക്കാനായിട്ട് വരാത്തെ. അതെ, ഒത്തിരി നാളൊന്നും എനിക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റില്ല കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. കല്യാണം കഴിഞ്ഞ എല്ലാവരുടെയും വിചാരം നമ്മളിപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരാന്നാ. സേതുവേണ്ണൊന്നും ഈ കാര്യങ്ങൾ അറിയത്തു പോലും ഇല്ല. സേതുവേണ്ണൊക്കെ അറിഞ്ഞിട്ടുണ്ടേ ഉണ്ടല്ലോ. ഇത് കേട്ടപ്പം ശ്രീഹരിക്ക് ടെൻഷൻ. അയ്യോ ദൈവത്തെ ഓർത്തൊന്നും പറഞ്ഞേക്കല്ലോ കേട്ടോ. സേതുവേണ്ണൻ ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നല്ല സന്തോഷത്തോടെ കഴിയണേന്നാ. ഇത് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്ക് സന്തോഷ ശ്രീഹരിയായിട്ടുള്ള ജീവിതത്തിൽ എന്ന് പറയാണ്. ആ സമയം സേതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. എത്രയൊക്കെ ചെയ്തിട്ടും അമ്മയുടെ മനസ്സിലൊരു മാറ്റമില്ല. അമ്മ തന്നെ സ്നേഹിക്കും തോന്നുന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ ഇതിന് പിന്നിൽ ആ ഋതുവിൻ്റെ സ്വാധീനം നല്ല കൈകളുണ്ട്. കാരണം അവർ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു. ഇനിയിപ്പം താൻ എന്തൊക്കെ പറഞ്ഞാലും അമ്മ തന്നെ വിശ്വസിക്കാനായിട്ട് കൂട്ടാക്കില്ല. ഋതുവിൻ്റെ കല്യാണം നടത്തണം. പക്ഷെ അവൾ അതിന് സമ്മതിക്കത്തും കൂടെ ഇല്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും സേതുവിൻ്റെ ഉള്ള ഉറക്കം പോയി. അപ്പോൾ സേതു ഓർത്തു, വേണ്ടിയിരുന്നില്ല, ഇങ്ങോട്ട് വരണ്ടിയിരുന്നില്ല. അമ്മയുടെ പെങ്ങന്മാരുടെ ഒക്കെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് എത്ര ബുദ്ധിമുട്ട്. അല്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. ഇങ്ങോട്ട് വന്നോണ്ടല്ലേ എന്നൊക്കെ ഓർത്തുകൊണ്ട് സേതു ഒരു വിധത്തിൽ നേരം വെളുപ്പിച്ചെടുക്കുവാണ്. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ഇന്ദ്രനെ കാണാനായിട്ട് കാട്ടൂരാൻ വക്കീൽ വരുവാണ്. കാട്ടൂരാൻ വക്കീൽ വന്നിട്ട് പറഞ്ഞു, അതെ കോടതിയിൽ കേസ് അവൾ ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത ദിവസം കേസ് വിളിക്കുമെന്ന് പറയാണ്. ഇത് കേട്ട് വെച്ചപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, അറിയാലോ വക്കീലെ, എത്ര പണം വേണമെങ്കിലും മുടക്കാൻ ഞാൻ തയ്യാറാ. എത്രയും പെട്ടെന്ന് തന്നെ കാര്യമൊക്കെ ഒരു തീരുമാനം ഉണ്ടാവണം. ഒരു കാരണവശാലും അവൾക്ക് ഡിവോഴ്സ് കിട്ടില്ല. ആ ഡിവോഴ്സ് തള്ളിക്കളയണമെന്ന് പറയണം. ഇത് കേട്ടപ്പം കാട്ടൂരൻ വക്കീൽ പറഞ്ഞു, കാര്യമൊക്കെ ശരി തന്നെ, പക്ഷേങ്കിൽ നീ ഒന്നുകൂടെ സ്ട്രോങ് ആകാനുണ്ട് ഇന്ദിര. കാരണം അവൾ എന്തൊക്കെയാണ് അവിടെ വാദിക്കാൻ പോകുന്നു പറയാൻ പറ്റില്ല. നിന്നെക്കുറിച്ചുള്ള എന്തെങ്കിലും തെളിവുകൾ അവളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതോടുകൂടി തീർന്നു. നമുക്കൊരു പിടിവള്ളി ഇല്ലാതാവും. കാരണം ഇന്ദ്രന്റെ മാനസിക ഭ്രാന്തി ഉണ്ടെന്നുള്ള കാര്യം തെളിവ് സാധ്യം കിട്ടുവാണെങ്കിൽ പല്ലവിക്ക് ഈസി ആയിട്ട് ഡിവോഴ്സ് കിട്ടുകയും ചെയ്യും. അതൊരു കാരണവശാലും പാടില്ലെന്ന് വക്കീല് പറയണം. ഇത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, അവൾക്ക് ഒരു തെളിവുകളും എന്നെക്കുറിച്ച് കിട്ടാനായിട്ട് പോകുന്നില്ല വക്കീലെ. ആ കാര്യത്തിൽ വക്കീല് പേടിക്കണ്ട. വക്കീൽ നന്നായിട്ട് അങ്ങോട്ട് വാദിച്ചാൽ മതി. അവൾക്ക് ഡിവോഴ്സ് കിട്ടത്തില്ല. അവളെ എനിക്ക് വേണം. ഒരു ദിവസം എന്ന് പറയണം. അപ്പോഴേക്കും രാജലക്ഷ്മി അങ്ങോട്ട് ഇറങ്ങി വന്നു. പിന്നീട് വക്കീലിനോട് സംസാരിക്കുകയാണ്. വക്കീലിനോട് പറഞ്ഞു, പൊന്നു വക്കീലെ, എങ്ങനെയെങ്കിലും എന്നെ കൂടെ ഇതിനെ രക്ഷിക്കുക. അവൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഈ ചെറുക്കന് ഇനി ഒന്നുകൂടെ സമനില ഏറ്റവും തോന്നേ. ഇതിനകത്ത് കിടന്ന് ശ്വാസം മുട്ടുന്ന ആള് ഞാനാന്ന് പറയാണ്. കാട്ടൂരൻ വക്കീൽ പറഞ്ഞു, അതൊന്നും ഓർത്ത് പേടിക്കണ്ട. അവൾ അത്ര പെട്ടെന്നൊന്നും അവൾക്ക് ഡിവോഴ്സ് കിട്ടി പോകാനും പോകുന്നില്ല. ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ടെന്ന് പറയാം. അതേടെ രാജലക്ഷ്മി പറഞ്ഞു, അതൊക്കെ പറച്ചിലുള്ളൂ. ഹൈക്കോടതിയിലാണ്. അവളിനി എന്താ അപ്പീൽ ചെയ്യാൻ പോകുന്നു പറയാൻ പറ്റില്ല. അവൾ ചിലപ്പം ഇനിയിപ്പം മുമ്പത്തെ പോലെ ആയിരിക്കില്ല. അവൾ ഇച്ചോടെ ചിലപ്പോൾ സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനെതിരെ എന്തെങ്കിലും തെളിവ് കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ വക്കീലെന്ന് പറയാം. അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല രാജലക്ഷ്മി. രാജലക്ഷ്മി സമാധാനമായിട്ടിരിക്കുക. ഞാനല്ലേ ബാധിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയം ഋതു സ്വാതിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. എന്നിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്ന് കഴിയുമ്പോഴത്തേന് സ്വാതി എന്താ ആലോചിക്കണേ? അത് പിന്നെ ആ ശ്രീഹരി എന്ന് പറയുന്നവനുണ്ടല്ലോ, അവനെ എങ്ങനെ ഇവിടെ നിന്ന് അടിച്ചു ഓടിക്കാന്നാ വിചാരിക്കണേ. അല്ല എന്ത് ചെയ്യാനാ പുറപ്പാട്? എന്തേലും ചെയ്തേ മതിയാവുള്ളൂ. അവന് ഇത്തിരി അഹങ്കാരം കൂടുതലാ. അവന്റെ അഹങ്കാരം നമുക്ക് തീർക്കണം. അവൻ ഈ വീട്ടിൽ നിന്ന് അടിച്ചു ഓടിക്കണം എന്ന് പറയാ. അല്ല ചേച്ചിയുടെ മനസ്സിൽ എന്തേലും ഒരു ഐഡിയ ഉണ്ടോ? ഐഡിയ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അതിപ്പം വർക്കാക്കിയിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ സ്വഭാവം അറിയാലോ. പഴയ അച്ചുമല്ല. അവള് പ്രതികരിക്കും. അതുകൊണ്ട് നമ്മൾ അവളെ ഒന്ന് സൂക്ഷിക്കണമെന്ന് പറയാണ്. അത് കേട്ടപ്പോൾ സ്വാതി പറഞ്ഞു, ആ കാര്യത്തിൽ എനിക്ക് വിഷമില്ല. എത്രയും പെട്ടെന്ന് അയാൾ ഇവിടെ നിന്ന് ഓടിക്കണം. എല്ലാത്തിനും എനിക്ക് നാണക്കേടാ ഇപ്പം. ഒരു ഓട്ടോറിക്ഷക്കാരനാണല്ലോ തൻ്റെ ചേച്ചിനെ കെട്ടിയിരിക്കുന്ന ഫ്രണ്ട്സൊക്കെ ചോദിക്കാൻ തുടങ്ങി. അതൊക്കെ കെട്ടിയുമ്പോൾ എനിക്ക് നാണക്കേടാന്ന് പറയണം. നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട സ്വാതി. അധികം വൈകാതെ തന്നെ നമുക്ക് ഇവിടുന്ന് ഓടിക്കാന്ന് പറയണം. അതിനുള്ള തന്ത്രങ്ങളൊക്കെ എന്താണെന്ന് ഞാൻ ഉടനെ എന്നെ ഒരുക്കുമെന്ന് പറയാണ്. ഇതും പറഞ്ഞിട്ടാണ് ഋതു കമ്പനിയിലേക്ക് ചെല്ലുന്നത്. കമ്പനിയിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേണ് ഋതുവിനോട്ടുള്ള പണി അവിടെ ഇരിക്കുന്നത്. കാരണം ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ട സമയം ചെറിയ തീരുമാനമൊന്നുമല്ല. കാരണം പൈസ അടച്ചിട്ടില്ല ബാങ്കിൽ. അപ്പൊ കുറച്ച് ദിവസത്തെ അവധിയും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ബാങ്കുകാർ ജപ്തി നടപടിയിലേക്ക് അങ്ങോട്ട് കടക്കുവാണ്. പൈസ അടയ്ക്കാതെ ഇനിയിപ്പോൾ കാര്യങ്ങളൊന്നും നടക്കില്ലെന്ന് ഋതുവിന് മനസ്സിലായി. പ്രതാപനൊട്ട് പൈസ കൊടുത്തിട്ടുമില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിൽ ഋതു നിൽക്കുകയാണ്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.